സാർ പ്രൈസ് ആക്ഷൻ ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് മാർക്കറ്റിന്റെ ട്രാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്? സാധാരണ നമ്മൾ ICT അല്ലെങ്കിൽ SMC കൺസെപ്റ്റിൽ സാധാരണ ട്രേഡ് എടുക്കാൻ പറ്റുക എന്താണ്? ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യും, ഒരു ലിക്വിഡിറ്റി ഗ്രാഫ് ഫൈൻഡ് ചെയ്യും, എന്നിട്ട് അതിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ട്രേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സാധാരണ പ്രൈസ് ആക്ഷനിൽ നമ്മളൊരു ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് എപ്പോഴും പ്ലാൻ ചെയ്യാറുള്ളത്. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും എന്തുണ്ടാവുക, നമ്മളെപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ റീടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രേഡ് ഇല്ല എന്നുള്ളതാണ്. അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ അത് എന്നിട്ട് റീടെസ്റ്റ് വരുമ്പോഴായിരിക്കും ട്രേഡ് പുഷ് ചെയ്യുക. എപ്പോഴും ഏത് ട്രെൻഡ് ലൈൻ ആയിക്കോട്ടെ, സപ്പോർട്ട് ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആദ്യം ഒരു കൺഫർമേഷൻ എന്ന ലെവലിൽ ക്യാൻഡിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇപ്പം ട്രെൻഡ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ മുകളിലോ താഴെ ക്ലോസിംഗ് തരണം, അല്ലെങ്കിൽ സപ്പോർട്ട് ആണെങ്കിൽ തന്നെ അതിനുശേഷം ഒരു റീടെസ്റ്റ് വരണം. ആ റീടെസ്റ്റ് വന്ന് ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു ആ സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രേഡ് പുഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ അതല്ലാത്ത കേസിലാണ് സാധാരണ എന്ത് ചെയ്യുക, ഇപ്പൊ ഇന്നലത്തെ ചാർട്ട് നോക്കിയാൽ ഇപ്പം കറക്റ്റായിട്ട് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ഒക്കെ ക്യാൻഡിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മിനിഞ്ഞാത്തെ ഹൈഡ് മുകളിൽ ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റാണ് വന്നത്. അപ്പം അത് റീടെസ്റ്റിന് ശേഷമാണ് മാറിയിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേഡ് നോക്കാം. അപ്പോൾ റീടെസ്റ്റ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ ട്രേഡ് നമ്മൾ എന്ത് ചെയ്തില്ല, എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇത് എടുത്താൽ തന്നെ റിസ്ക് റിവാർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഏത് മെത്തേഡിലാണെങ്കിലും അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പുഷ് ചെയ്യുന്നത്. സാർ, ഞാൻ പഠിച്ചത് SMC സെറ്റപ്പാണ്. ഞാൻ പഠിച്ച സമയത്ത് പ്രൈസ് ആക്ഷനെ കുറിച്ചും SFCനെ കുറിച്ചും കുറേ ടോക്ക് ഉണ്ടായിരുന്നു. കാരണം പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റൂല, ട്രേഡ് പ്രോബിലിറ്റി കമ്മിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? നമ്മൾ ഏത് മെത്തേഡിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണം. നമ്മുടെ ഇപ്പം നിങ്ങൾ SMC ചെയ്തു, ഞാൻ പ്രൈസ് ആക്ഷൻ ചെയ്തു, വേറെ ഒരാൾ ICT ചെയ്യുന്നുണ്ടാവും, വേറെ പിന്നെ ഒരാൾ ഇപ്പം EMA അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടാവും. പല ആൾക്കാരും പല മെത്തേഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ചെയ്യുന്നതിൽ പിന്നെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പ്രോപ്പർ റിസ്ക് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് സക്സസ് ആണ്, അതല്ലാത്ത ആൾക്കാരൊക്കെ ഫെയിലിയറാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ എല്ലാ പ്രശ്നം, പ്രൈസ് ആക്ഷൻ കുറച്ചും കൂടെ സമയം വേണം, കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റൊരു സെറ്റപ്പ് മാത്രമാണ്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ട്രേഡ് ചെയ്യാം, അതൊരു സിസ്റ്റമാണ്. പക്ഷേ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മാത്രം വെച്ചിട്ട് ആ ഒരു എൻട്രി വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈസ് ആക്ഷൻ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരുപാട് എൻട്രി കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് SMC ബിൽഡ് ചെയ്തിട്ടുള്ളത്, ICT ബിൽഡ് ചെയ്തിട്ടുള്ളത്, അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, എല്ലാം പ്രൈസ് ആക്ഷനാണ്. പ്യൂർലി പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ എത്ര, പിന്നെ ഇപ്പം 5 EMA അല്ലെങ്കിൽ 9 EMA ഒക്കെ നോക്കാം, ഇത്ര ക്യാൻഡിലിന് ആവറേജിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ ഇനി ഇതുകൊണ്ട് പറയാം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു കട തുടങ്ങി നടക്കൂല, എന്തെങ്കിലും ഷോപ്പ്, ആ ഒരു ഷോപ്പ് പൂട്ടിപ്പോയി, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്നുണ്ടാവും ഇതേ സംഭവം ചെയ്യുന്ന വേറൊരാളുണ്ടാവും, ആൾ ചിലപ്പോൾ സക്സസ് ആവും. അത് ആ പൂട്ടിപ്പോയത് ആ ബിസിനസ്സിൻ്റെ പ്രശ്നം കൊണ്ടല്ല, അയാൾ ചെയ്ത ലൊക്കേഷൻ ശരിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അയാൾ ചെയ്ത പിന്നെ മോഡൽ ശരിയില്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും. നമ്മുടെ റിസ്ക് റിവാർഡ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ICT ചെയ്തിട്ടും കാര്യമില്ല, SMC ചെയ്തിട്ടും കാര്യമില്ല, പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്തിട്ടും കാര്യമില്ല, എങ്ങനെയാലും ഫ്ലോപ്പനായിരിക്കും. അതല്ലാത്തൊരാളെ സംബന്ധിച്ച് എന്തായിരിക്കും, ആൾ സക്സസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ കേസിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പിന്നെ പറയാറുണ്ട്, ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് പോരുകയാണെങ്കിൽ താഴത്തേക്ക് നമുക്ക് ട്രേഡ് എടുക്കാവുന്ന ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുൻകൂട്ടി നമുക്കറിയുന്നില്ല ഇന്ന ഏരിയയ്ക്ക് മാർക്കറ്റ് വരുമെന്നുള്ളത്. വന്നാൽ ഇതിങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇത് പ്രൈസ് ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ മുൻകൂട്ടി പറയാൻ പറ്റും. SMCയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടുമോ? അതില്ല. അതാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പം SMCയിൽ നമുക്ക് അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഇന്ന പിന്നെ ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്തു, എന്നിട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം. അതൊരു ദിവസം മുമ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഈ പറയുന്ന റിസ്ക് റിവാർഡ് പ്രോപ്പർ ആണെന്ന് മാത്രം, ഇത് പ്രൈസ് ആക്ഷനിൽ മാത്രമേ പറ്റുള്ളൂ. റിസ്ക് റിവാർഡ് മാത്രം പ്രോപ്പർ ചെയ്ത് വെച്ചാൽ സെറ്റപ്പ് ആണെങ്കിലും പ്രോഫിറ്റ് ആവാൻ പറ്റും. റിസ്ക് റിവാർഡ്, പ്രോപ്പർ മണി മാനേജ്മെന്റ്, പൊസിഷൻ സൈസിങ്, ഇത് മൂന്നും വേണം. ഇപ്പോൾ മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവരും ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യും, കുറച്ച് ദിവസം കൊണ്ടുപോകും, അടുത്ത സ്ട്രാറ്റജി യൂസ് ചെയ്യും, കുറച്ച് ദിവസം കൊണ്ടുപോകും. അപ്പോൾ ഇവരോട് ഇങ്ങനെ ചേഞ്ച് ചെയ്യണവരോട് എന്താ സാറിന് പറയാനുള്ളത്? ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സക്സസ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്ട്രാറ്റജി, ഇപ്പോൾ SMC തന്നെ ആയിക്കോട്ടെ, SMCയിൽ ട്രേഡ് ചെയ്യാണ്, അടുത്ത 100 ട്രേഡ് അത് തന്നെ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ട്രേഡ് അടുത്ത 100 അത് തന്നെ ചെയ്യാം. സെയിം സ്ട്രാറ്റജി, സെയിം റിസ്ക് റിവാർഡ്, സെയിം പൊസിഷൻ സൈസിങ്, എല്ലാം ഒരേപോലെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്താലും എന്തുണ്ടാവും, നിങ്ങൾക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡ് ആണെങ്കിൽ നിങ്ങൾ സക്സസ് ആവും. അതല്ലാത്ത കേസിൽ സക്സസ് ആവാൻ വഴിയില്ല. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് ഇപ്പം ഏത് സെറ്റപ്പ് ആണെങ്കിലും അലച്ചൊക്കെ ഉണ്ടാവും, എന്തുണ്ടാവും,
കുറച്ച് കാലം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആ ഒരു സെറ്റപ്പ് നിന്ന് മാറുന്നു അന്ന് എന്തായിരിക്കും സക്സസ് ആയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ SMC ട്രേഡ് ചെയ്തു, എന്നാൽ ICTക്ക് മാറണം അന്ന് നിങ്ങളുടെ SMC ട്രേഡ് സെറ്റപ്പ് ആയിരിക്കും എന്തുണ്ടാവുക, വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പം മിനിമം ഒരു 100 അല്ലെങ്കിൽ 150 ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് പ്രോപ്പർ പൊസിഷനിങ് കീപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മാറാം, അതല്ല എന്നുണ്ടെങ്കിൽ മാറാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സ് മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ സക്സസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവം കൊണ്ട് മാത്രമാണ്. റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് പ്രോപ്പർ ചെയ്താൽ സക്സസ് ആവാൻ പറ്റും. അപ്പം ഞാനും തുടക്കത്തിൽ ചെയ്ത കുറേ മിസ്റ്റേക്കാണിത്. കാരണം ഞാൻ എടുക്കുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈലിൽ അല്ലെങ്കിൽ പിന്നെ റിസ്കിൽ അതല്ലെങ്കിൽ സെറ്റപ്പിൽ ട്രേഡ് സക്സസ് ആവില്ല. എനിക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടും, രണ്ടാം ദിവസം പ്രോഫിറ്റ് കിട്ടും, മൂന്നാം ദിവസം പ്രോഫിറ്റ് കിട്ടും, നാലാമത്തെ ദിവസം എന്ത് ചെയ്യും, ലോസിലായിരിക്കും. അപ്പോൾ ഈ ലോസ് വരുന്ന വലിയ ലോസുകളായിരിക്കും. റിസ്ക് മാനേജ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ശരിക്കും ആ 4 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ എന്ത് ചെയ്തായിരുന്നു, അന്നും എനിക്ക് റിസ്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ പ്രോഫിറ്റിൻ്റെ പകുതിയാണ് എൻ്റെ റിസ്ക് എന്നുണ്ടെങ്കിൽ എനിക്ക് 4ാമത്തെ ദിവസത്തെ ലോസ് വന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു, മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതല്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. കാരണം എൻ്റെ ക്യാപിറ്റൽ അടക്കം പോകുന്ന രീതിയിലായിരുന്നു അന്ന് ട്രേഡ് ചെയ്തിരുന്നത്. പിന്നീടാണ് പതുക്കെ പതുക്കെ അതിന് മാറിയത്. അപ്പോൾ അവിടെയൊക്കെ പറ്റിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് തന്നെയാണ്. സെറ്റപ്പിനല്ല ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. എപ്പോഴും റിസ്ക് റിവാർഡ്, പൊസിഷനിങ്, മണി മാനേജ്മെൻറ്റ്, ഇത് മൂന്നും ശരിയാവാതെ ഏത് സെറ്റപ്പിൽ ട്രേഡ് ചെയ്താലും സക്സസ് ആവില്ല എന്നുള്ളതാണ്.